സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുവാണ്. നമ്മുടെ എക്സാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള സമയങ്ങളിലൊക്കെ കൃത്യമായിട്ട് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം. താഴെ പറയുന്നവരിൽ ആരാണ് ഘട്ട നിയമവുമായി ബന്ധമില്ലാത്തത്? ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേജ് തിയറി ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ആരാണ് ഘട്ട നിയമവുമായിട്ട് ഇല്ലാത്തവർ എന്നാണ് ചോദിച്ചത് അല്ലെ. ഘട്ട നിയമം എന്നാണ് പറയുന്നത്. ഘട്ടം മീൻസ് സ്റ്റേജ് തിയറിയാണ്, സ്റ്റേജ് തിയറി. ഓക്കെ, ഒന്നുമില്ല, ഈ 4 ആളുകളുടെ തിയറിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. അതിൽ ഓരോന്നിനും നിങ്ങളിങ്ങനെ ഓരോ ഘട്ടമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൽ ഒരാളത് മാത്രം നിങ്ങൾ ഓരോ സ്റ്റേജസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഏതാണ്? സംശയത്തിനൊന്നും ആവശ്യമില്ല, ആൽബർട്ട് ബന്ദൂരിയാണ് കേട്ടോ. ആൽബർട്ട് ബന്ദൂരിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആൽബർട്ട് ബന്ദൂരിയ. ഓക്കെ, ഇത് മുന്നേ ചോദിച്ചാണ്. പിന്നെ 2020 LPUP എക്സാമിൽ ഇത് സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. UP-ലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, എറിക്സൺ, അതുപോലെ ആൽബർട്ട് ബന്ദൂര. പിയാഷെന്റെ ഒക്കെ ഘട്ടങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചവരാണ് അല്ലെ. ബ്രൂണറിന്റെ ആയാലും എറിക്സന്റെ ഒക്കെ നിങ്ങൾ പഠിച്ചവരാണ്. അപ്പോൾ ആൽബർട്ട് ബന്ദൂരിയാണ് ഇവിടെ സ്റ്റേജ് തിയറി ആയിട്ട് ബന്ധമില്ലാത്ത ആള്. ഓക്കെ, അടുത്തത്, വിദ്യാർത്ഥികളുടെ താല്പര്യം അളക്കുന്നതിന് ഉപയോഗപ്പെടുത്താവുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? Which of the following is a tool that is used to assess interest of students? വിദ്യാർത്ഥികളുടെ താല്പര്യമാണ് ഇവിടുന്ന് അളക്കേണ്ടത്. ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അളക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് അളക്കാനുള്ള ഉപകരണം ഏതെന്നാണ് ചോദിച്ചത്. റൂബ്രിക്സ്, ഉപാഖ്യാന രേഖ, ഇൻവെന്ററി, നിരീക്ഷണം. റൂബ്രിക്സ്, ഉപാഖ്യാന രേഖ, ഇൻവെന്ററി, നിരീക്ഷണം അല്ലെ. അനക്ഡോട്ടൽ റെക്കോർഡാണ് വരുന്നത് ഉപാഖ്യാന രേഖ എന്ന് വെച്ചാൽ. പിന്നെ ഒബ്സർവേഷൻ ആണ് നിരീക്ഷണത്തിനായിട്ട് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാൻ പറ്റുക, മനസ്സിലാക്കുക. കുട്ടികളുടെ താല്പര്യം ഒക്കെ അളക്കാൻ, ഇൻട്രസ്റ്റ് ഒക്കെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻവെന്ററികളാണ് കേട്ടോ. ഇൻവെന്ററികളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻവെന്ററികളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇൻവെന്ററികളാണ്, ഇൻവെന്ററികൾ. ക്ലിയർ? അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങളെ പര്യവേക്ഷണം ചെയ്യുകയും അവ നേടുന്നതിന് അവരെ പ്രചോദിതരാക്കുകയും ചെയ്യുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത്. A teacher explores the goals of students in order to motivate them for achieving their goals. Here the teacher is using ആന്തരിക അഭിപ്രേരണ or intrinsic motivation, ബാഹ്യ അഭിപ്രേരണ extrinsic motivation, ആന്തരികം ബാഹ്യവുമായിട്ടുള്ള അഭിപ്രേരണ, both intrinsic and extrinsic, and option D, ആന്തരികമോ ബാഹ്യമോ ആയ അഭിപ്രേരണ, neither intrinsic nor extrinsic motivation. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങളെ പര്യവേഷണം ചെയ്യുകയും അവ നേടുന്നതിന് അവരെ പ്രചോദിതരാക്കുകയും ചെയ്യുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ കുട്ടികളെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും എന്താണ് ലക്ഷ്യങ്ങളെ പര്യവേഷണം ചെയ്യുന്നുണ്ട്, അതുപോലെ അവ നേടാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് കേട്ടോ. ആന്തരിക അഭിപ്രേരണയാണ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പൊ മോട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഓരോ സെറ്റ് ചെയ്യുമ്പോഴും അതിൽ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, അഭിനന്ദന ബോധവും മൂല്യബോധങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത്. ദി സെൻസ് ഓഫ് അപ്രിസിയേഷൻ ആൻഡ് വാല്യൂസ് ആർ റിലേറ്റഡ് ടു. അഭിനന്ദന ബോധവും മൂല്യബോധങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് വൈജ്ഞാനിക മണ്ഡലം ഓർ കോഗ്നിറ്റീവ് ഡൊമൈൻ, വൈകാരിക മണ്ഡലം അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ മണ്ഡലം, പിന്നെ അതുപോലെ തന്നെ മേൽ പറഞ്ഞവയൊന്നുമല്ല. ഇത് ബ്ലൂംസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതലും ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരാറുള്ളത്, വല്ലപ്പോഴേ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക, അഭിനന്ദന ബോധവും മൂല്യബോധങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് മേഖലയിലാണ്, ഏത് ഡൊമൈനിലാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ വൈകാരിക മണ്ഡലമാണ് കേട്ടോ. മൂല്യങ്ങളൊക്കെ പറയുമ്പോൾ വൈകാരിക മണ്ഡലത്തിലാണ് വരിക, അഫക്റ്റീവ് ഡൊമൈനിലാണ് ഇതൊക്കെ ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അധ്യാപനത്തിൽ കുട്ടികളുടെ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഒരു അധ്യാപകൻ ഉപയോഗിക്കാവുന്നത്. ടു ഡെവലപ്പ് മാക്സിമം അറ്റൻഷൻ ഇൻ ക്ലാസ് റൂം ടീച്ചിങ് എ ടീച്ചർ ക്യാൻ യൂസ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലെ. പരമാവധി കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ഒരു അധ്യാപനം എന്താണ് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ നോക്കിയേ, വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ, വെറൈറ്റി ലേണിംഗ് സിറ്റുവേഷൻസ്, ആഖ്യാന ക്രമങ്ങളായി ഉപയോഗിക്കുക അല്ലെങ്കിൽ നറേറ്റീവ് സീക്വൻസസ്, സഹപാഠികളിലുള്ള പരിശീലനം പിയർ ട്യൂട്ടറിംഗ്, അതുപോലെ തന്നെ സാവധാനത്തിലും സ്ഥിരമായും പ്രഭാഷണം നടത്തുക ലെക്ചറിങ്, സ്ലോലി ആൻഡ് സ്റ്റഡിലി. ഏതാ വരുക? കുട്ടികളിൽ എന്താണ് പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റണം. ആ രീതിയിൽ ഒരു അധ്യാപനം എങ്ങനെ ചെയ്യാം എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങളാണ് കേട്ടോ. വെറൈറ്റി ലേണിംഗ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
വെറൈറ്റി ലേണിംഗ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളിങ്ങനെ ഒരേ സാധനം ലെക്ചറിങ് പോലെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ബോറടിക്കും അല്ലേ, പറയുന്നത് നമുക്ക് തന്നെ ഒരു ഉറക്കം വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ഐഡിയകൾ മാറ്റി ഓരോ രീതിയിൽ സാഹചര്യങ്ങൾ നിങ്ങൾ മാറ്റി ചെയ്ത കുട്ടികളും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് ചേരുംപടി ചേർക്കുക എന്നാണ് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. നോക്കാം, നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട്. ഒന്നാമത്തിൽ വരുന്നത് MK ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെ, മഹാത്മാഗാന്ധിയാണ് വരുന്നത്. 2 ഹവാർഡ് ഗാർണർ, പിന്നെ ജെറോം എസ് ബ്രൂണർ, ഡാനിയൽ ഗോൾമാൻ. ഇപ്പുറത്ത് വരുമ്പോൾ നയിത്താലിൻ, വൈകാരിക ബുദ്ധി, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, കണ്ടെത്തൽ പഠനം. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. നയിത്താലിം, ഇമോഷണൽ ഇന്റലിജൻസ്, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, അതുപോലെ ഡിസ്കവറി ലേണിംഗ്. അതിൽ ഡിസ്കവറി ലേണിംഗ് എന്നൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. കണ്ടെത്തൽ പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജെറോം എസ് ബ്രൂണർ ആണ്. അപ്പോൾ C4 ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം അല്ലേ, C4 ആണ് വരിക, C4. അപ്പോൾ C4 വരുന്ന ഓപ്ഷൻ ഇത് ഏതുണ്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക. 1ഉം 2ഉം മാത്രമാണ് C4 ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ പിന്നെ 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ C പിന്നെ നോക്കേണ്ട കാര്യമില്ല, അത് നിങ്ങൾ തട്ടുക. കാരണം സിയിൽ ഓപ്ഷൻ C നോക്കണ്ടല്ലോ, അതിൽ സിക്ക് വേറെ ഏത് ഓപ്ഷനാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സിക്ക് 2ആണ് കണക്ട് ചെയ്തത്. വൈകാരിക ബുദ്ധി എന്തായാലും ജെറോം എസ് ബ്രൂണർ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതിലേക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് വൈകാരിക ബുദ്ധി അല്ലെ. വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡാനിയൽ ഗോൾമാൻ ആണ്, നിങ്ങൾക്കറിയാം അല്ലെ. അപ്പോൾ D2 ആണ്, D2. എനിക്ക് തന്നിരിക്കുന്നതിൽ D2 ഇപ്പൊ നമ്മൾ വെച്ചതിൽ D2 ഏതൊക്കെ ഉണ്ട്? 1ലും 2ലും ഉള്ളൂ, 3ലില്ല. അപ്പൊ 3നെയും നമുക്ക് വെട്ടിക്കളയാം. ഇനിയിപ്പോൾ 1ഉം 2ഉം ഓപ്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അതിലെന്ത് ചെയ്യാം? പിന്നെ ബാക്കിയുള്ളത് ഹവാർഡ് ഗാർണർ ഉണ്ട്, അതുപോലെ MK ഗാന്ധി, മഹാത്മാഗാന്ധി ഉണ്ട്. നയ്യ് താലിം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ പിന്നെ ഐഡിയ ആണ്. അതുപോലെ തന്നെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് വെച്ചാൽ ഹവാർഡ് ഗാർണറുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ MK ഗാന്ധി, നയ്യ് താലിം, A1 ആണ് വരേണ്ടത്. A1 വരുന്നത് ഇവിടെ ഓപ്ഷൻ ബിയിലാണ്, ഓപ്ഷൻ എയിലല്ല. അപ്പോൾ എയും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. A1 B3 ആണ്, C4 ആണ്, D2 ആണ്. ഈ രീതിയിലാണ് വരിക. മനസ്സിലായിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. മഹാത്മാഗാന്ധി നമുക്ക് എന്ത് നയ്യ് താലിമിലേക്ക് കണക്ട് ചെയ്യാം. ഹവാർഡ് ഗാർണറിലേക്ക് വരുമ്പോൾ എന്ത് വരാം? ഫ്രെയിംസ് ഓഫ് മൈൻഡ് അദ്ദേഹത്തിന്റെ ബുക്കാണ്, മഹാത്മാഗാന്ധിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ദി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അതുപോലെ ജെറോം എസ് ബ്രൂണറിലേക്ക് വരുമ്പോൾ ഡിസ്കവറി ലേണിംഗ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. ഡിസ്കവറി ലേണിംഗ് ആണ് വരിക ബ്രൂണറിൻ്റെത്, ഡിസ്കവറി ലേണിംഗ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഡാനിയൽ ഗോൾമാൻ ആണ്, അദ്ദേഹത്തിന് വരുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒറ്റൊന്നുമില്ല അല്ലേ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പഠന പീഠസ്ഥലിക്ക് കാരണമാകുന്നത് ലേണിംഗ് പ്ലാറ്റ്യൂ ഉണ്ടല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിസൾട്ട്സ് ഇൻ എ പ്ലാറ്റ്യൂ ഇൻ ലേണിംഗ്? നമ്മൾ ലേണിംഗിന്റെ കർവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും. പഠന വക്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയും ഇങ്ങനെയൊക്കെ പോകുന്ന കുറേ ലേണിംഗ് ഗ്രാഫ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചവരാണ്. അപ്പോൾ അതിൽ ലേണിംഗ് പ്ലാറ്റ്യൂ ഉണ്ടല്ലോ, ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ലേണിംഗ് പ്ലാറ്റ്യൂ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്താ പറയുക? ലേണിംഗ് പ്ലാറ്റ്യൂ നിങ്ങൾക്കറിയാലോ, ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ പഠനം നടക്കൂല, ഇങ്ങനെ ഒരു പുരോഗതി ഉണ്ടാവില്ല, മന്ദമായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യും. അപ്പോൾ ഇതിലെന്താ പറയുക? അധ്യാപകന്റെ സ്ഥിരോത്സാഹം, enthusiasm ഓഫ് എ ടീച്ചർ. ഉയർന്ന അഭിലാഷ നില, ഹൈ ലെവൽ ഓഫ് ആസ്പിറേഷൻ. അനുചിതമായ അധ്യാപന രീതി അല്ലെങ്കിൽ ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഓപ്ഷൻ ഡി, ഉയർന്ന തലത്തിലുള്ള പ്രചോദനം അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ. ഈ പറഞ്ഞ കാര്യത്തിൽ പഠന പീഠസ്ഥലിക്ക് കാരണമാകാവുന്നത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, അനുചിതമായ അധ്യാപന രീതിയാണ് കേട്ടോ. അനുചിതമായിട്ടുള്ള അധ്യാപന രീതി. ഇത് മാത്രമല്ല, ഇവിടെ തന്നിരിക്കുന്നതിൽ ഇതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇംപ്രോപ്പർ മെത്തേഡ് ഓഫ് ടീച്ചിങ്, അതാണ് പഠന പീഠസ്ഥലിക്ക് പിന്നെ കാരണം. അപ്പം നമ്മളിപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്, വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നതിനും അവരെ പരമാവധി പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണ നൽകുമ്പോൾ അതിനെ അറിയപ്പെടുന്നത്? when students are given the support to interact in group activities and encourages to learn their maximum, the practice is known as options critical pedagogy, next reductionist pedagogy, teacher centered pedagogy, അതുപോലെ തന്നെ constructivist pedagogy. ഏതാ വരിക? വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപഴകുന്നതിനും അവരെ പരമാവധി പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും, കംപ്ലീറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ വരുന്നത്, സംശയം ഉണ്ടാവരുത്, തെറ്റരുത്, ഓപ്ഷൻ ഡി ആണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗിയാണ്. ഓപ്ഷൻ ഡി ആണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോഗിയാണ്. നെക്സ്റ്റ്, എറിക്സന്റെ സിദ്ധാന്തം അനുസരിച്ച് കൗമാര കാലഘട്ടത്തിലെ പ്രധാന പ്രതിസന്ധി ഏതാണ്? അക്കോർഡിംഗ് ടു എറിക്സൺസ് തിയറി, ദി മേജർ ക്രൈസിസ് ഡ്യൂറിംഗ് അഡോളസെന്റ് സ്റ്റേജ് ഈസ്. ഏതാ വരുക? കൗമാര കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചാണ്. ഇതിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യം നിങ്ങൾക്ക് ഓപ്ഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഏതാ വരുക? കൃത്യമായിട്ട് പഠിച്ചവരാണ്. എറിക്സൺ ഒക്കെ അന്ന് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞ ഭാഗങ്ങളാണ്. 8 സ്റ്റേജസിൻ്റെ അതിൽ വരുന്ന ഏതാണ്?
ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് അല്ലേ. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ മലയാളം മീഡിയം മാത്രം പഠിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ നോക്കിയേ, അതിന്റെ മലയാളം അല്ല നമുക്ക് തന്നത്, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയിട്ടാണ് തന്നത്. അവിടെ സ്റ്റേജസ് ഒക്കെ പഠിക്കുമ്പോൾ രണ്ട് മീഡിയത്തിലും ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേണു അക്കാദമിക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുകയും പരമാവധി നേട്ടം കൈവരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. സാമൂഹ്യ മനോവികാസ സിദ്ധാന്തം അനുസരിച്ച് അവളിലുള്ളത് എന്താണ്? രേണു, എ പ്രൈമറി സ്കൂൾ സ്റ്റുഡന്റ്, ഷോസ് ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് അക്കാദമിക് ആക്ടിവിറ്റീസ് ആൻഡ് ready to work for maximum output. According to psychosocial development theory, she possesses ഏതിലെ ഉൾപ്പെടുക? മുൻകൈയെടുക്കൽ ഓർ ഇനീഷ്യേറ്റീവ്, സ്വാതന്ത്ര്യം autonomy, സ്ഥിരോത്സാഹം ഇൻഡസ്ട്രി, അതുപോലെ വിശ്വാസം ട്രസ്റ്റ്. പറഞ്ഞ 4 കാര്യത്തിൽ നമുക്ക് ഏതിനാ ആ കുട്ടിയെ ഉൾപ്പെടുത്താനായിട്ട് പറ്റുക? പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായിട്ടുള്ള കുട്ടിയാണ് രേണു അല്ലെ. അക്കാദമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് താല്പര്യം കാണിക്കുകയും പരമാവധി നേട്ടം കൈവരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. കുട്ടിയിൽ ഫുൾ ടൈം എന്നാണ് ഒരു എപ്പോഴും ആക്റ്റീവ് ആണ് കുട്ടിയിലെ, ഉത്സാഹമാണ് ഉദ്ദേശിക്കുന്നത്, ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കുട്ടിയെ സ്ഥിരോത്സാഹമാണ് ആ കുട്ടിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് സ്ഥിരോത്സാഹം എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ഇൻഡസ്ട്രി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇതിലെ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എറിക്സൺ നോക്കിയാൽ ഇതൊക്കെ എറിക്സന്റെ തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. രണ്ടെണ്ണം ഡയറക്റ്റ് കണ്ടിന്യൂസ് കണക്ട് ചെയ്തിട്ട് രണ്ട് അടുത്തടുത്ത ക്വസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ എറിക്സന്റെ തിയറിയെ പറ്റി നമുക്ക് ക്വസ്റ്റൻ വന്നിട്ടുണ്ട്. അവിടെ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇല്ലാത്തവരൊന്ന് പെട്ടെന്ന് ഒന്ന് കണ്ട് വരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഒന്ന് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. ഇതുവരെ നോട്ട് ചെയ്ത് വെച്ചൊക്കെ പഠിക്കുക, എന്നിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് വരിക. അപ്പോൾ ഇതുവരെ പഠിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ റിവൈസ് ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് ഡേ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.